മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഹൗ എ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. നമുക്ക് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രിയിൽ ലൈക്ക് ഇന്ത്യയെ പോലെ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ദേ പ്രൊവൈഡ് ലോട്ട്സ് ഓഫ് focus, they give a more emphasis on the economic development of a nation. ഒരു കൺട്രിയുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി ഒക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വളരെയധികം റോൾ വരുത്തുന്നുണ്ട്. എസ്പെഷ്യലി 18th and 19th സെഞ്ച്വറീസിലെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഒറിജിനാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ശരിക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് റീസൺ ആയത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ ബാങ്ക്സുകൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത്? നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 18 പോയിൻ്റ് ഉണ്ട്. പേജ് നമ്പർ 43, 44 and 45. ഇതാണ് ഇന്നെടുക്കണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 43, 44 and 45. ഐ തിങ്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഈ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയതുകൊണ്ട് മിസ്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങി ഞാൻ കുറച്ചുകൂടി ചെയ്യാമല്ലോ. ഈ PPT ഒന്നും എടുക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കേ നോക്കില്ല. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം വായിക്കും, ടെക്സ്റ്റോട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇനി നാളത്തോടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഓരോരോ ഭാഗങ്ങളിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് പരീക്ഷ നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് എനിക്ക് എങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് എ ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ഓക്കെ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ ഫോർമേഷനെ സഹായിക്കുന്നത്? അവർ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ ഫോർമേഷൻ നടത്തുന്നത്? അതായത് ഈ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഈ നമ്മളുടെ എല്ലാവരുടെ കയ്യിലും പല സ്കാറ്ററായി കിടക്കുന്ന കാശുകളുണ്ടാവും അല്ലേ? എല്ലാവരുടെ കയ്യിലും കുറച്ച് കാശുണ്ടാവും. അത് മൊബൈലൈസ് സേവിങ്ങിൻ്റെ രൂപത്തിൽ എല്ലാവരും വാങ്ങിക്കും, സേവിങ്സ് ആയിട്ടും. എന്നിട്ട് ആ സേവ് ചെയ്ത കാശ് നമ്മൾ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യുന്നു, അതായത് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു. അതായത് സേവിങ്സ് മൊബൈലൈസ് ചെയ്തിട്ട് പ്രോപ്പർ ചാനലിൽ ആ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ഫോർമേഷൻ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉള്ളത് കൊണ്ടാണ് കയ്യിലെ കാശ് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അലമാരുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടിക്കൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലെ കാശ് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ സേഫ് കസ്റ്റഡി നിലയ്ക്ക് ബാങ്കിൽ സേവ് ചെയ്യണു. ബാങ്ക് എനിക്ക് അതിന് ഇൻട്രസ്റ്റും ചെയ്ത് തരും. ആ ബാങ്ക് എൻ്റെ സേവിങ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഭാഗം റിസർവ് ചെയ്ത് ഞാൻ റിസർവിൽ മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ലോൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് എങ്ങനെയും ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇംപ്ലിമെൻറ്റിങ് മോണിറ്ററി പോളിസി. എന്താ മോണിറ്ററി പോളിസി? ഒരു കൺട്രിയിലെ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ശ്രമമാണ് എന്താ പറയുക, മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസീസ് ഗവൺമെൻറ് പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയും കുറച്ചുമാണ് മോണിറ്ററി പോളിസി. ഫിസിക്കൽ പോളിസീസ് ഉണ്ട്, അത് ടാക്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഷോർട്ട് ടേം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മോണിറ്ററി അത് പ്രൈസ് സ്റ്റെബിൾ ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോണിറ്ററി പോളിസിയാണ് ഒരു കൺട്രിയിലെ പ്രൈസിൻ്റെ അതായത് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ടൂള്. അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ത്രൂ ബാങ്കാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ലോണൊക്കെ എടുക്കാൻ വരും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ ലോൺ എടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മോണിറ്ററി പോളിസിയുടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ത്രൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. പിന്നെ റീജിയൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ എസ്പെഷ്യലി നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം നമ്മൾ എന്താ പറയുക, നാഷണലൈസ്ഡ് ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കിലാണ് നാഷണലൈസ്ഡ് ബാങ്ക് വരിക. പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് ബാങ്ക്സിൽ. ഓക്കെ, അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഇവരെല്ലാ ബാങ്കുകളും ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർ മോർ ആൻഡ് മോർ ബ്രാഞ്ചസ് ഇൻ റൂറൽ ഏരിയാസിൽ ഓപ്പൺ ചെയ്ത് റൂറൽ പീപ്പിളും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ പറയുക, ഫണ്ട് ഡെവലപ്ഡ് ഏരിയാസിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ റീജിയൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പോയിൻ്റാണ് ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് ആക്ടിവിറ്റി. അതായത്
അതായത് ഇക്കണോമിക് ആക്ടിവിറ്റിയെ ക്രെഡിറ്റ് ക്രിയേഷൻ വൺ ഓഫ് ദി ഫങ്ഷൻ നമ്മൾ പറഞ്ഞു ഇല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഫങ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു. അത് ഏത് ഫങ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ വരുന്നത് ഇതിൽ അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിലെ പ്രൈമറി ഫങ്ഷനിലെ 4ാമത്തെ ഫങ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് ഫണ്ട് വാങ്ങിച്ച് ആ ഫണ്ടുകൾ നമ്മൾ ലോണായിട്ട് കൊടുക്കുക. അതായത് സേവിങ് ആക്സസ് പല സോഴ്സിൽ നിന്നും, അതായത് പബ്ലിക് ബാങ്കിലേക്ക് കൊടുക്കുന്ന സേവിങ്സ് ഡെപ്പോസിറ്റഡ് മണി അത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം. അതാണ് എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്കണോമിക് ആക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യണു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, വോളിയം ഓഫ് ക്രെഡിറ്റ് അവൈലബിലിറ്റി, ഇതൊക്കെ ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഡയറക്റ്റായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. പറഞ്ഞില്ലേ നേരത്തെ ഫസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞില്ലേ. അതായത് അല്ലെങ്കിൽ മോണിറ്ററി പോളിസീസിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, അപ്പോൾ ഒക്കെ ഉണ്ടാകുന്ന എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രേഡ് ഡെവലപ്മെൻറ്റ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാപിറ്റലും ടെക്നിക്കൽ അസിസ്റ്റൻസും അതർ ഫെസിലിറ്റീസും ആർക്ക് കൊടുക്കും, ബിസിനസ്മാന് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്മാനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രേഡിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ട്രേഡ് മാത്രമല്ല അഗ്രികൾച്ചർ ഏരിയ, അതായത് ഒരു എസ്പെഷ്യലി ഇന്ത്യയെ സംബന്ധിച്ചുള്ള അഗ്രികൾച്ചറാണ് നമ്മൾ പ്രൈം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടി ഷോർട്ട് ടേമും ലോങ് ടേമും മീഡിയം ടേമും ബാങ്കുകൾ ലോൺ കൊടുത്തിട്ട് അവരെ എക്കണോമിക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ട്രേഡ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, 3 ടൈപ്പ് ഡെവലപ്മെൻറ്റാണ് പറഞ്ഞത്. പിന്നെ ഫോറിൻ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോറിൻ ട്രേഡിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, കറൻസി എക്സ്ചേഞ്ചിങ് ഒക്കെ സഹായിക്കുന്നത്. കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതായത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണ ഒരു കമ്പനി ഇമ്പോർട്ടറിൽ നിന്ന് ക്രെഡിറ്റ് വർത്തിനെസ് അറിയാൻ വേണ്ടി ഇമ്പോർട്ടർ ബാങ്കിനോട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയും, ഒരു പേയ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അല്ലെങ്കിൽ ഉറപ്പില്ലല്ലോ, ഇപ്പോൾ കോടിക്കണക്കിന് ബിസിനസ്സിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 25 കോടി, അപ്പോൾ ഒറ്റയടിക്ക് കാശ് കൊടുത്തിട്ടല്ല, എല്ലാവരും ക്രെഡിറ്റ് സെയിൽസാണ് ബിസിനസ്സിൽ കൂടുതൽ നടക്കുക. ക്യാഷ് സെയിൽസിനെക്കാളും ക്രെഡിറ്റ് സെയിൽസാണ് നടത്തുക. അപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യണ കമ്പനി, എക്സ്പോർട്ടിങ് കൺട്രിയിലത്തെ കമ്പനികൾ ഇമ്പോർട്ട് ചെയ്യണ കൺട്രിയിലത്തെ ബാങ്കിനോട് പറയും, ഇമ്പോർട്ടർ പറയും, നിങ്ങൾ ബാങ്കിൻ്റെ ഒരു അഷുറൻസ് തരണം, ഒരു ബാങ്ക് എനിക്ക് അഷുറൻസ് തരണം, നിങ്ങൾ കാശ് തരുമെന്ന് പറയാൻ. അങ്ങനെ ഇമ്പോർട്ടർ ബാങ്ക് എക്സ്പോർട്ടറോട് പറയാണ്, ഇയാൾ ക്രെഡിറ്റ് വർത്തസ് ആണ്, പേയ്മെൻറ്റ് ഞാൻ എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അങ്ങനെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് മണി, അതായത് ഒരു നമ്മൾ എക്കണോമിയുടെ ഫെസിലിറ്റി വൺ പ്ലേസ് അനദർ പ്ലേസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മോർ പ്രൊഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി ലോക്കർ ഫെസിലിറ്റി കൊടുക്കുന്നു. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ്, കൊമേഴ്ഷ്യൽ ബാങ്ക് കൺസ്ട്രക്ഷൻ ഹൗസിംഗ് ലോൺ കൊടുക്കും. നമുക്കറിയാം ഇന്ന് നോക്കി നോക്കും, പണ്ടൊക്കെ വീടുകൾ എല്ലാ പണികൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും പണി തീരാത്ത വീട് പോലെ കുറച്ച് തേച്ച് കുറച്ച് ഓരോരോ സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇന്ന് പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാരും വീട് പണിഞ്ഞാൽ എങ്ങനെയും അങ്ങനെ പണി തീരാത്ത പണികൾ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? എല്ലാവരും ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പത്തനംതിട്ടക്കാർ ലോൺ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹൗസിംഗ് ഫെസിലിറ്റി സഹായിക്കുന്നുണ്ട്. ബാങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷനും അഗ്രികൾച്ചറിലും കമ്മ്യൂണിക്കേഷനും ട്രേഡിലൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് സഹായിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് വേരിയസ് ലെവലിൽ വേരിയസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ സെല്ലുണ്ട്. അവിടെ എക്സ്പോർട്ടർക്കുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് പ്രോസ്പെരിറ്റി, അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു സൗണ്ട് ബാങ്കിങ് സിസ്റ്റം ഉള്ള കൺട്രികളെ
എപ്പോഴും അവിടുത്തെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് കൊടുത്തിട്ട് ഇക്കണോമിക് പ്രോസ്പെരിറ്റിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന ക്ലാസ്സിൽ ഇതാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇങ്ങനെയാണ് എന്തൊക്കെ റോൾ ഓഫ് എ ബാങ്ക് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു കൺട്രിയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആ കൺട്രിയിലെ ബാങ്കിൻ്റെ റോൾ എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ 18 ടൈപ്പിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം എങ്ങനെയൊക്കെ സഹായിക്കുന്നത്. ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് ഒരു ക്യാപിറ്റൽ ഒരു ഫോം ബാങ്കിന് എവിടുന്ന ക്യാപിറ്റൽ ചെയ്യുന്നത്, അതായത് ഹീസ് മൊബിലൈസിങ് ദി സേവിങ്സ് ആൻഡ് ചാനലൈസിനെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചാനലൈസ് ചെയ്യുന്നു. പിന്നെ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ത്രൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. റീജിയൻ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. ട്രേഡ് ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്, ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫർ ഓഫ് മണി, മോർ പ്രൊട്ടക്ഷൻ, ലോക്കൽ ഫെസിലിറ്റി, സേഫ് കസ്റ്റഡി, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഓൺടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട്, സെൽസുകളുണ്ട്. ദെൻ അങ്ങനെ എക്കണോമിക് പ്രോസ്പെരിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കാണ് മിസ് ഫോളോ ചെയ്യുന്നത്. എക്സൽ പബ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കാണ്. കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഠിക്കാം കേട്ടോ. ശരി, താങ്ക് യു.